കൊച്ചിയിൽ സ്വകാര്യ ബസ്സിൽ യുവാവിന്റെ ഗൂണ്ടായിസം ചുറ്റികയുമായി എത്തി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. അവസാനമാണ് നിന്റെ അവസാന കഥ മോചാത്ത ഒന്നാമത്തെ കുണ്ടെന്നുള്ള പേര് വീണ് ഇതിക്കുള്ള കുണ്ടായിസം കാണിക്കാൻ എനിക്ക് പറ്റൂല വച്ചാനായി. എടപ്പള്ളി കലൂര് കൈമാറ്റി മാറ്റടാ. എന്റെ പാട്ടിയാക്കാം സെറ്റൊക്കെ ഓഫ് ചെയ്തോ, ഞാൻ പാടാം. അമുതക്കാട് ഉണക്കുതോ, ആറാമണി ഉണക്കുതോ, ഏ കൺമണി ഉണക്കുതോ, ഏ തങ്കോ ഉണക്കുതാണ്. ശ്യാംകുമാർ വിശദാംശങ്ങളുമായുണ്ട്. ശ്യാം, ഇത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മാനസികാസ്വാസ്ഥ്യമുണ്ടോ, അതോ ലഹരിയിലായിരുന്നോ? എന്താണ് ഇതിനൊക്കെയുള്ള കാരണം? പോലീസ് ഇയാളെ പിടിച്ചോ? അനുജ, ഈ കഴിഞ്ഞ 4-ാം തീയതി, ഈ മാസം 4-ാം തീയതി നടന്ന സംഭവമാണിത്. കളമശ്ശേരിയിൽ നിന്ന് വൈറ്റിലേക്ക് പോകുന്ന ബസ്സിനുള്ളിലാണ് ഈ യുവാവ് ചുറ്റികയുമായി എത്തുകയും ആ ബസ്സിലെ യാത്രക്കാരെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇയാളെ ആരും പ്രകോപിപ്പിക്കുന്നില്ല. പക്ഷേ ഇയാൾ ഗുണ്ടയാണ് എന്ന് സ്വയം വിളിച്ചു പറയുകയും ആ ചുറ്റികയുമായി ബസ്സിൽ കയറാൻ വരുന്നതോട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ പ്രകോപിതനായിരുന്നെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ പരിക്ക് പറ്റാവുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ യാത്രക്കിടയിൽ തന്നെ ഇയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഉൾപ്പെടെ ഇതാരാണ് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ യുവാവിനെ കുറിച്ച് കൂടുതൽ വിവരം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബസ്സിലുള്ള ജനങ്ങളുടെ കൈകേടാണ്. ഇവനെ പോലുള്ളവരൊക്കെ ജനങ്ങളായിട്ട് കൈകാര്യം ചെയ്യണം, അല്ലാതെ പോലീസിനൊന്നും വിട്ടെടുത്തിട്ട് കാര്യമില്ല. പോലീസിന് വിട്ടെടുത്തിട്ട് അവർ എന്ത് ഉണ്ടാക്കാനാണ്? ഓര് ജയിലിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അവർക്ക് അവിടെ സുഖമായിട്ട് തിന്നാനും ഇറങ്ങാനും. ഇപ്പം അതിലൊരു പെണ്ണുകൂടിയാണ് കെട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ പരമ സുഖകരം. അവിടെ ജീവനെടുക്കുന്നവനെ പരീക്ഷ എഴുതിക്കുന്ന നിയമങ്ങളാണ് നമ്മളവിടെ. ആ നിയമങ്ങളില്ലോടത്തോളം കാലം ഒരു മനുഷ്യൻ, ഒരു സ്ത്രീക്കായിക്കോട്ടെ ഒരു പുരുഷനായിക്കോട്ടെ, ഇവിടെ ഒരു ജീവനും വില ഉണ്ടാവില്ല. അത് മാത്രം മനസ്സിലാക്കുക.